കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അമ്മായിമ്മ എപ്പോഴും നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മയെ പ്രധാനമായിട്ടും സംബോധന ചെയ്യുന്ന അമ്മായിമ്മ എന്നുള്ള ഇതിലല്ലേ. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും അമ്മായിമ്മ തന്നെ പറയത്തുള്ളൂ, അല്ലാതെ എൻ്റെ ഉമ്മ എന്ന് ഒരിക്കലും പറയാറില്ല. നമ്മൾ എത്ര വാക്കുകൾ കൊണ്ട് മനോഹരമായിട്ട് എൻ്റെ ഉമ്മ തന്നെയാണ് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മായിയമ്മ എന്നൊരു വാക്ക് വരും അല്ലേ. അതിങ്ങനെ പറഞ്ഞ് പഴകിയ വാക്ക് തന്നെയാണ്. അമ്മായിമ്മ പോലെ അനുഭവിച്ചിട്ടുള്ള കുറേ ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കും. ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അമ്മായിമ്മമാരുടെ സ്വഭാവം പല രീതിയിലായിരിക്കും. ചിലവർ ഭയങ്കരമായിട്ട് അതായത് സഹിക്കാൻ മേലാത്ത രീതിയിൽ പോരെടുക്കുന്നവരായിരിക്കും. നടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഭർത്താവിനോട് മിണ്ടാൻ പറ്റത്തില്ല, ഭർത്താവിനോട് പുറത്തു പോകാൻ പറ്റത്തില്ല, എന്ത് പറഞ്ഞാലും കുറ്റം അല്ലേ. ചില അമ്മായിമ്മമാരുണ്ട്, മരുമക്കൾ വീട്ടിൽ വന്ന് കയറിയ ഉടനെ അവർ പറയാൻ തുടങ്ങും, നീ വന്നപ്പം മുതലാണ് അവനോട് മിണ്ടാത്തത്, നീ വന്ന് കയറിയപ്പോൾ മുതൽ എന്നോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തു കൊടുത്താൽ മാത്രമേ അവന് കഴിക്കുള്ളായിരുന്നു, പക്ഷെ ഇപ്പം നീ എടുത്തു കൊടുക്കണം, നീ എടുത്താലേ കഴിക്കത്തുള്ളൂ, വരുന്നത് നിന്നെ അന്വേഷിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പടിപടിയായിട്ട് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അത് മകന് ഉമ്മയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ഒരിക്കലും നമ്മളെ അമ്മായിമ്മമാർ അങ്ങനെ കരുതരുത്. സ്നേഹമില്ലാത്ത മക്കൾ കാണും. ഞാൻ പറയുന്നത് നമ്മളെ ഒത്തിരിയധികം സ്നേഹിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മായെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന മക്കളുണ്ട്. അവരുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നോക്കാത്തവർ ഒരുപാട് പേരുണ്ട്. കല്യാണം കഴിഞ്ഞ് മകൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കുക. അവർ പുറത്തു പോണേ പൊക്കോട്ടെ, കൂടെ ഒന്നിച്ചിരിക്കുന്ന ഇരുതോട്ടെ. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അതിനിടയ്ക്ക് നിന്ന് നമ്മൾ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കുള്ള പരിഗണന നമ്മുടെ മക്കൾ തരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മളും ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. മരുമകളായിട്ട് തന്നെ കഴിഞ്ഞ് വന്ന ആ ഒരു കാലത്ത് നമ്മളും മരുമകളായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കും അറിയാം അല്ലേ. കയറി വരുന്ന നല്ലൊരു മരുമകളാണെങ്കിൽ അവളെ നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ച് സ്നേഹിക്കുകയും ചെയ്യണം. നമുക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടാക്കി തരുന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ എടുത്തു തരുന്നില്ല, എപ്പോഴും നമ്മളെ കുറ്റപ്പെടുന്ന മരുമക്കളാണെങ്കിൽ നമുക്കതിൻ്റെ ആ രീതിയിൽ വിഷമവും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചെന്നിരിക്കും അല്ലേ. എന്നാൽ കയറി വരുന്ന മരുമകൾ കുടുംബത്തിൻ്റെ വിളക്കായിരിക്കണം എന്നുള്ളതാണ് പണ്ട് കാലം മുതൽക്കേ പറയുന്നത് അല്ലേ. ആ മരുമകൾ വന്ന് കയറുമ്പോഴാണ് അവിടുത്തെ ആ വീടിൻ്റെ ഐശ്വര്യം ഉണ്ടാകുന്നത്. വന്ന് കയറുമ്പോഴേ അവിടെ മുഴുവൻ നാശമാക്കാനായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ആ വീട് രക്ഷപ്പെടത്തില്ല, ആ വീട് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. ഒരു മരുമകൾ വന്ന് കയറുമ്പോഴാണ് അവിടുത്തെ സ്വസ്ഥതയും സമാധാനവും നശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു മരുമകൾ വന്ന് കയറുമ്പോഴാണ് അവിടെ ഐശ്വര്യം ഒക്കെ ഉണ്ടാകുന്നതെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ഇടപെടലും നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹവും കരുതലും, നമ്മുടെ വീട്ടിലെന്ന പോലെ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഉപ്പയും ഉമ്മയും ഒക്കെ നോക്കുന്ന രീതിയും ഭർത്താവിനെ നോക്കുന്ന രീതിയും ഒക്കെയാണ് കയറി ചെല്ലുന്ന വീട്ടിൽ ആ മരുമകളെ ചെയ്യേണ്ടത്. അതില്ലാതെ വരുമ്പോഴാണ് അവിടെ പല പ്രശ്നങ്ങളുണ്ടാവുകയും ആ വീട്ടിൽ വെളിച്ചം വരേണ്ട സമയത്ത് കരിന്തിരി കത്തിപ്പോകുന്നതും അല്ലേ. ചില അമ്മായിമ്മമാർ പറയാറുണ്ട്, അവൾ വന്ന് കയറിയത് എൻ്റെ വീട് മുടിഞ്ഞ് നാശമായി, അവിടെ വലതുകാല് വെച്ച് വന്ന് കയറിയത് എൻ്റെ വീട് മുടിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം തന്നെ വന്നു കയറുന്ന മരുമക്കളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് വഷളാക്കാതെ അവർ പ്രായമായ ഒരു സ്ത്രീയാണെന്ന് വെച്ചും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയാണെന്ന് കരുതി നമ്മുടെ ഉമ്മമാരെ പോലെയാണെന്ന് കരുതി നമ്മളങ്ങ് വിട്ടുകളയുക. പിന്നെ അത് പറഞ്ഞ് വലുതാക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് തിരിച്ചും.
മരുമക്കൾ ചെന്ന് കയറുമ്പം ആ മരുമക്കൾ നമ്മൾ അവിടെ നല്ല രീതിയിലും നമ്മുടെ ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ നോക്കി നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ ആ കുടുംബത്തിൽ നമുക്ക് സമാധാനമൊക്കെ ഉണ്ടാവും, സന്തോഷമുണ്ടാവും. ഇല്ലെങ്കിലോ ആ കുടുംബത്തിലെ ആൾക്കാരെ നമ്മളെ കൊണ്ട് പൊറുതിമുട്ടും, അല്ലേ? അപ്പം എല്ലാം സ്ത്രീകളിൽ തന്നെയാണ്. മരുമകളാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും മകളാണെങ്കിലും എല്ലാം സ്ത്രീകളാണ് അതിൻ്റെ കാര്യങ്ങളനുസരിച്ച് പെരുമാറേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പത്രത്തിൽ TV-യിലൊക്കെ കണ്ടിരുന്നു, ഒരു മരുമകളെ അമ്മായിമ്മയെ പിടിച്ച് തല്ലുന്നതും അവരെ ദ്രോഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ പോലും അത് കണ്ട് പെരുമാറുന്ന രീതി, നമ്മൾ കണ്ട് ചെയ്യുന്ന രീതികളാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് അതറിയത്തില്ല. അവരെ നമ്മൾ പറഞ്ഞ് തിരുത്തണം. പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അവരെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിന് പകരം നമ്മളൂടെ ആ പരിപാടി ചെയ്യുന്ന അവർ കാണുമ്പോഴത്തേനും കുട്ടികളും അത് പഠിക്കുകയാണ്. പിന്നെ വളർന്നു വരുമ്പം ആർക്കാണ് ദോഷം? പ്രായമായവർ കുറച്ച് കഴിയുമ്പം മണ്ണടിഞ്ഞു പോവും. നമുക്ക് തന്നെയാണ് ദോഷം. തിരിച്ച് നമ്മളെ അതുപോലെ തന്നെ അവർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആരോടെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ച് തീരണം എന്നാണ് പറയുന്നത്. അത് എത്ര കറക്റ്റാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമുക്ക് തിരിച്ചടികൾ തരുന്നത്. നമ്മൾ എന്ത് നല്ല കർമ്മം ചെയ്താലും അതിൻ്റെ നല്ലത് നമുക്ക് കിട്ടും. തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തിന്മയെ കിട്ടത്തുള്ളൂ. എല്ലാം ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതെപ്പോഴും എല്ലാവരും ഓർക്കണം. എവിടെയും സന്തോഷമാണ് വേണ്ടത്. സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ നമുക്ക് ടെൻഷൻ അടിച്ച് ഒരു തരത്തിലും ജീവിക്കാൻ ടെൻഷൻ എന്നും പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ടെൻഷനായിരിക്കും. സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് സ്ത്രീകൾ. ചിലവരുണ്ട് അമ്മായിമ്മമാരെ കൊണ്ട് പൊറുതി മുട്ടുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ കാര്യമാണ് കേട്ടോ. അവളെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് വിട്ട വീട്. അവിടെ വീട്ടിൽ ചെന്ന് കുറച്ച് കൂട്ടുകുടുംബമാണ്. അവൾക്ക് പാചകമൊന്നും അറിയത്തില്ല. വ്യത്യസ്തമായ ഒരു അമ്മായിമ്മയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓരോ അമ്മായിമ്മയുടെ സ്വഭാവം ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇവള് കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്ന് അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് അവർ പാചകം ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഇവൾക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, നേരെ അടുപ്പ് കത്തിക്കുക. അന്ന് വിറകടുപ്പിലാണ് കത്തിക്കുന്നത്. കഞ്ഞിയും വെള്ളവും ഒക്കെ തിളപ്പിക്കുന്ന വിറകടുപ്പിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഗ്യാസ് അടുപ്പുള്ളൂ. അന്ന് ഗ്യാസ് അടുപ്പൊക്കെ ഉള്ള സമയമാണ് കേട്ടോ. കൂടുതലും വിറകടുപ്പിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മെയിനായിട്ടും കഞ്ഞി വെക്കുന്നതും വെള്ളം തിളപ്പിക്കുന്നതും ഒക്കെ വിറകടുപ്പിലാണ്. അപ്പോൾ ഇത് ഓരോരുത്തർ മാറി മാറിയാണ് അവിടെ ചെയ്യുന്നത്. ചേട്ടനും അനിയൻ്റെ ഭാര്യയും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മാറി മാറിയാണ് ചെയ്യുന്നത്. ഒരു ദിവസം അമ്മായിമ്മ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മരുമകൾ വന്നിട്ട് അവളെന്തോ കറി വെക്കാനായിട്ട് വീട്ടിൽ നിന്ന് ബുക്കിലൊക്കെ എഴുതിക്കൊണ്ട് വരും. മീൻകറി, ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതി, മീൻകറി ഉണ്ടാക്കുന്ന രീതി, അല്ലെങ്കിൽ ഓരോ കറികൾ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി. അന്ന് മൊബൈലൊക്കെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ലാൻഡ് ലൈനായിരുന്നു കൂടുതൽ, മൊബൈലില്ലായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ഡയറിയിലൊക്കെ എഴുതിക്കൊണ്ട് വരും. അതിൽ നോക്കിയാണ് പാചകം ചെയ്ത് പഠിക്കുന്നത്. ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അവളെന്തോ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായിമ്മ അടുക്കളയിലുണ്ട്. അമ്മായിമ്മ ഇതുപോലെ തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവള് ചോദിച്ചു, എന്തോ കാട്ടിന് പച്ചമുളക് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇവള് ചോദിച്ചു, ഉമ്മ പച്ചമുളക് എന്ത്? അമ്മായിമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എൻ്റെ മടിക്കുത്തിൽ ഇപ്പോൾ പച്ചമുളക് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ട് നടന്നു പോയേ ഉള്ളൂ, പുറകെ ചെന്നാൽ കിട്ടും എന്ന്. അതായത് എൻ്റെ മടിയിൽ ഇപ്പോൾ പച്ചമുളക് ഉണ്ടായിരുന്നു, അതിപ്പം ഇറങ്ങി നടന്നു പോയി, വേണമെങ്കിൽ പെട്ടെന്ന് പുറകെ ചെന്നാൽ പച്ചമുളകിനെ കിട്ടുമെന്ന്. ഇതായിരുന്നു അമ്മായിമ്മയുടെ മറുപടി. ചിരിക്കത്തില്ലാത്ത അമ്മായിമ്മ. എന്തു പറഞ്ഞാലും ചിരിക്കത്തില്ല, മുഖം ഇങ്ങനെ കനപ്പിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആ പച്ചമുളക് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താലുള്ള തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഓരോ അമ്മായിമ്മമാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവങ്ങളായിരിക്കും. അതുപോലെ പല രീതിയിലും ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് നമ്മുടെ മരുമക്കളോട് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? അവർ വന്നു കയറുമ്പം ജോലി ചെയ്യണം. മരുമക്കൾ ജോലി ചെയ്യണം, ഭർത്താവിനെ നോക്കണം, കുട്ടികളെ നോക്കണം, അവിടുത്തെ അപ്പനും അമ്മയ്ക്കും രാവിലെ കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടായി. ഇതൊക്കെ അവരുടെ കടമ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളെക്കൊണ്ടിന് പറ്റുന്ന നമ്മളും ചെയ്യുക.
അവർ തന്നെ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കും. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ചുമ്മാ ഇരുന്ന് അസുഖം വരുത്തുന്നതിലും ഭേദമല്ലേ. നമുക്ക് വയ്യെങ്കിലുമൊക്കെ നമുക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയാണെങ്കിൽ അവർ നോക്കണം. നമുക്കാകുന്നുണ്ട്, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മളും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകത്തുള്ളൂ. അല്ലാതെ നീ തന്നെ രാവിലെ എല്ലാം ചെയ്ത് എഴുന്നേറ്റ് ചെയ്യണം, നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഒരു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ല. സന്തോഷം പോവും, സമാധാനമില്ലാതെയാവും. നമ്മൾ തന്നെയാണ് എല്ലാം അതിന് മുൻകൈ എടുക്കേണ്ടത്. ചില സ്ത്രീകളുണ്ട്, മരുമക്കൾ അമ്മായിമ്മക്ക് പച്ചവെള്ളം പോലും കൊടുക്കത്തില്ല, ഒരു ചായ പോലും അനത്തി കൊടുക്കത്തില്ല. അങ്ങനെ ദുഷ്ടത്തരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ അമ്മായിമ്മയാണെങ്കിൽ ആ വീട്ടിലെ പണിയും ചെയ്ത് അവരുടെ കൊച്ചുമക്കളെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കി കറക്റ്റായിട്ട് ഇരിക്കുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവർക്കൊന്നിനും നേരമില്ല, ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ മാത്രം. തിരിച്ചും ഇവർക്ക് ഈ അനുഭവം തന്നെയാണ് വരുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. നാളെ എനിക്ക് ഇത് തന്നെയാണ് വരുന്നതെന്ന് ചിന്തിക്കുന്നില്ല, ഇതിലപ്പുറമായിരിക്കും വരുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമുക്ക് പിന്നീട് തിരിച്ചടികളായിട്ട് വരുന്നത്. അത് നല്ലതാണെങ്കിൽ നല്ലതായിട്ട് തിരിച്ചു വരും, ചീത്തയാണെങ്കിൽ അതിൻ്റെ ചീത്തയായിട്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതെല്ലാവരും ഓർത്തിരിക്കണം.